Atomic Habits, the international bestseller. Tiny changes, remarkable results. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു മണിക്കൂർ അവിടെ പോയി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോസിലേക്ക് എത്തിയാൽ 2 മണിക്കൂർ അവിടെ പോയി. അങ്ങനെ ഒരുപാട് ടൈം ഡെയിലി എന്നുള്ള രീതിയിൽ യങ്ങർ ജനറേഷൻ കില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈം, ആ ഒറ്റ ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്താൽ ഒരുപാട് ടൈമും എനർജി നമുക്ക് റിസർവ് ആയി കിട്ടും. ആ ടൈമും എനർജിയും ഗുഡ് ഹാബിറ്റ്സ് കൊണ്ട് എങ്ങനെ ഫില്ല് ചെയ്യാം, എന്നിട്ട് പേഴ്സണലി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, പേഴ്സണലി ഡെവലപ്പ് ചെയ്തിട്ട് സ്കില്ലും നോളജും അക്വയർ ചെയ്തിട്ട് എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്തിട്ട് എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ക്വാളിറ്റി പ്രോഡക്റ്റ് ജനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിനുള്ള റവന്യൂ സ്വീകരിച്ചിട്ട് ഫിനാൻഷ്യലിയും പേഴ്സണലിയും മൊത്തത്തിൽ ഗ്രോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഞാനിവിടെ ഈ ബുക്കിൻ്റെ ബേസിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൽ 4 ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ആക്ഷൻ റിപ്പീറ്റഡായിട്ട് ചെയ്യാനും അതൊരു ബിഹേവിയറായിട്ട് മാറാനും ഒരു 4 ഫ്രെയിംവർക്ക് ഇതിൽ പറയുന്നുണ്ട്. ആ 4 ഫ്രെയിംവർക്ക് എന്താണെന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. അപ്പോൾ ഫസ്റ്റത്തത്, ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഓർമ്മ നമുക്ക് വരണം. ഒരു സാധനം, മൊബൈൽ ഡിവൈസ് കണ്ടാൽ അതിനെ പറ്റിയിട്ട് ഓർമ്മയാവും, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ കേട്ടാൽ അതിനെപ്പറ്റി ഓർമ്മയാവും. അങ്ങനെ ഓർമ്മയാവുമ്പോൾ അത് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഓർമ്മയാൽ മാത്രം മതിയോ? പോരാ. അത് ഓർമ്മ ആയ ഉടനെ നമുക്കത് ചെയ്യാനുള്ളൊരു താല്പര്യം, ഒരു ഭയങ്കര ഇഷ്ടം അത് ചെയ്യാൻ. ആ ഒരു ഇഷ്ടം ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അട്രാക്റ്റീവാണ്. അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ യൂസേഴ്സിനെയും എങ്ങനെ ആ 1 മിനിറ്റ് ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ആ 1 മിനിറ്റ് ഷോർട്സിലേക്ക് ഹുക്ക് ചെയ്ത് നിർത്താം അവസാനം വരെ എന്ന് നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ട് ഓരോ തവണയും അവർ ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതിൽ ഏറ്റവും നല്ല ഫീഡുകൾ നോക്കിയിട്ടാണ് യൂട്യൂബ് നമുക്ക് ഫീഡ് ചെയ്ത് തരാം. അപ്പോൾ അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അത് ഭയങ്കര അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതൊരു റിപ്പീറ്റഡായിട്ട് ചെയ്യാനും അത് നമ്മുടെ ഒരു ബിഹേവിയർ ആവാനും ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അട്രാക്റ്റീവ് ആയാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മളൊരു കാര്യം ഓർമ്മയായി ഭയങ്കര അട്രാക്റ്റീവാണ്, പക്ഷേ ഓർമ്മയായത് മുതൽ അതിലേക്ക് എത്താനുള്ള ഡിഫിക്കൽട്ടി എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചിട്ടും ഹാബിറ്റ് ക്രിയേറ്റ് ആവും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഓർമ്മയാവും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തു, ഒരു ക്ലിക്കിൽ തന്നെ ആ സോഷ്യൽ മീഡിയ ഫീഡ്സിലേക്ക് നമുക്ക് എത്താൻ വളരെ എളുപ്പമാണ്. അപ്പോൾ യൂട്യൂബ് ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്സിലേക്ക് കയറിയാൽ ഈസിയായിട്ട് മൈൻഡ്ലെസ് ആയി സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. ഒരു കണ്ടൻറ്റ്, രണ്ടാമത്തെ കണ്ടൻറ്റ്, ഓരോ കണ്ടൻറ്റും ഒന്നിലേറെ മെച്ചം, ഓരോ കണ്ടൻറ്റും പുതിയ ടോപ്പിക്കുകൾ, ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക്, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ടോപ്പിക്ക്. ആ ടോപ്പിക്ക് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ എത്രത്തോളം ഈസി ആകുന്നു അത്രത്തോളം ആ ഒരു ഹാബിറ്റിൽ മുഴുകാനും അതൊരു ബിഹേവിയർ ആവാനും അതിൽ അഡിക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ ഭയങ്കര ഈസിയാണ്. ഈസി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ഈസി അത് ചെയ്തിട്ട് എന്ത് കിട്ടുന്നു, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? അതാണ് 4ാമത്തെ ഫ്രെയിംവർക്ക്, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. അപ്പോൾ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനൊരു ഫാക്ടർ കൂടി അതിൻ്റെ എൻഡിലൊരു ക്ലൈമാക്സ് ആയിട്ട് വെക്കുന്നുണ്ട്. ഏതൊരു വീഡിയോൻ്റെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ആ ക്ലൈമാക്സ് കാണാനുള്ള ഒരു ത്വര, അത് കാണുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ആ സാറ്റിസ്ഫാക്ഷൻ ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഫിനിഷ് ചെയ്താൽ 2ാമത്തെ വീഡിയോയിലേക്ക് പോകും, 3ാമത്തെ വീഡിയോയിലേക്ക് പോകും. ഓരോ വീഡിയോ ഒന്നിനൊന്ന് മെച്ചും, ഓരോ വീഡിയോ ഒന്നിനൊന്ന് നല്ല ക്ലൈമാക്സുകളായിരിക്കും. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് സോഷ്യൽ മീഡിയ തരുന്നത്. അപ്പോൾ അത് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഈ ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഇപ്പോൾ ഈ 4 ഫ്രെയിംവർക്ക് ഉണ്ട്. ഈ 4 ഫ്രെയിംവർക്കിനെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി, ഈ ഹാബിറ്റുകൾ ബ്രേക്ക് ആവും. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയും. 100% വർക്കിംഗ് ആണ്, ഞാൻ ചെയ്തതാണ്, അപ്ലൈ ചെയ്തതാണ്, ഒരുപാട് ടൈമും എനർജിയും സേവായി കിട്ടിയതാണ്. ആ ടൈമും എനർജി ഉപയോഗിച്ചിട്ട് ഒരുപാട് നല്ല ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. മേക്ക് ഇറ്റ് ഒബ്വിയസിന് പകരം മേക്ക് ഇറ്റ് ഇൻവിസിബിൾ ആക്കുക. സോഷ്യൽ മീഡിയ കൺവെർട്ടത്ത് കാണാത്ത രൂപത്തിൽ ആക്കി വെക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മൾ 3 സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതുക. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. യൂട്യൂബ് ഷോർട്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ട്, ഫേസ്ബുക്ക് വീഡിയോസ് ഉണ്ട്. അങ്ങനെ 3 ഉണ്ട്. അതിൽ ഈ മെയിൻ സോഷ്യൽ മീഡിയേൻ്റെ ഗുഡ് പാർട്ട് എന്താ? ഇൻഫർമേഷൻ ഉണ്ട്. ഇൻഫർമേഷൻ റിച്ച് ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആ നല്ലത് മാത്രം പ്രതീക്ഷിച്ചിട്ട് ചീത്തയെ നമുക്ക് ഒഴിവാക്കിയാലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷനുള്ള ഒരു പ്ലാറ്റ്ഫോം എടുക്കുക. യൂട്യൂബ് ആയിക്കോട്ടെ. യൂട്യൂബിൽ വളരെയധികം ഇൻഫർമേഷൻസ് ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ അറിവും, മാക്സിമം അറിവും, എല്ലാ അറിവും, ഒരു ഭൂരിഭാഗം അറിവും യൂട്യൂബിലുണ്ട്. യൂട്യൂബ് മാത്രം മതി ഒരാൾക്ക് നോളജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിംപ്ലി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ, അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ക്യൂസ്, ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐക്കണും ഫേസ്ബുക്കിൻ്റെ ഐക്കണും നമ്മളെ മൊബൈലിൽ നിന്ന് പാടെ ഇല്ലാതാവുകയാണ്. അങ്ങനെ അത് കാണുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിസ്റ്ററി ഓഫ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. ഹിസ്റ്ററി ഓഫ് ചെയ്താൽ യൂട്യൂബ് നമുക്ക് കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യില്ല. സജസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക്
നമുക്ക് വേണ്ട ടോപ്പിക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ ആ സെർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റാണ് നമുക്ക് ഫീഡ് ആവുക. ഈവൻ നമ്മൾ മൈൻഡ്ലെസ് ആയിട്ട് അതിലൂടെ പോയാലും കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്ന കിട്ടും. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ആക്കി വെക്കുന്ന ഏറ്റവും നല്ല ടെക്നിക്കാണ്. നമുക്ക് യൂട്യൂബ് കണ്ടന്റ് ഫീഡ് ചെയ്യില്ല. അപ്പോൾ മേക്ക് ഇറ്റ് ഒബ്വിയസ് എന്നുള്ളത് മേക്ക് ഇറ്റ് ഇൻവിസിബിൾ ആക്കാനുള്ള ഫസ്റ്റ് ടെക്നിക്കാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, ഓക്കെ, നമ്മൾ ഇൻവിസിബിൾ ആക്കി കുറേ മറച്ചു വെച്ചു, എന്നാലും നമ്മൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ അതിലേക്ക് എത്താനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു, അത് പിന്നെയും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയാണ് രണ്ടാമത്തെ ഫ്രെയിം വർക്ക് വരുന്നത്. മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, അതായത് താല്പര്യം ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വെറുപ്പ് ഉണ്ടാക്കുക എങ്ങനെയെങ്കിലും. അതായത് സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവായിട്ടുള്ള സൈഡ് നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ അതിനെ പറ്റിയിട്ടുള്ള ലിറ്ററേച്ചറും കാര്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുക. അത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജ്, അതിനുള്ള ഡിസ്ട്രാക്ഷൻസ്, നമ്മളെ ഫോക്കസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു വെറുപ്പ്, ഒരു ആഗ്രഹമില്ലായ്മ മനസ്സിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എത്രയൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും വീണ്ടും ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ വീണ്ടും ഹിസ്റ്ററി ഓൺ ആക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഫ്രെയിം വർക്ക് വരിക, മേക്ക് ഇറ്റ് ഈസി. മേക്ക് ഇറ്റ് ഈസി എന്നുള്ളത് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ആകുക. അതായത് നമ്മൾ ഈ കാര്യം ഓർമ്മ ആയത് മുതൽ അത് ചെയ്യാനെടുക്കുന്ന ടൈം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലുള്ള ടൈം കൂട്ടുക, അത് അതിൻ്റെ ഇടയിലുള്ള അതിലേക്ക് എത്താനുള്ള എഫേർട്ടും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് ഓട്ടോ സൈൻ ഇൻ വെച്ചിട്ട് നേരെ ഫീഡിലേക്ക് പോകും. അതിന് പകരം നമ്മൾ മാനുവലി സൈൻ ഇൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ സിംപ്ലി നമ്മൾ ആക്ഷൻ്റെയും ഓർമ്മ ആവുന്നതിൻ്റെയും ഇടയിൽ ഒരു സിംപ്ലി ഫ്രിക്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഒരു ബുദ്ധിമുട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് മാത്രം ചിലപ്പം ആ ബിഹേവിയർ ചെയ്യാനുള്ളൊരു മടിയും കാര്യങ്ങളും ഉണ്ടാവും നമുക്ക്. അങ്ങനെ ഏതൊരു സോഷ്യൽ മീഡിയയും ബുദ്ധിമുട്ടാക്കിക്കൊണ്ടേ ഇരുന്നാൽ അത് ചെയ്യാനുള്ള പിന്നെ റിപ്പീറ്റ് ചെയ്യാനും അതൊരു ബിഹേവിയർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഉള്ള ബിഹേവിയർ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. ഇൻ കേസ് ഇതും വർക്കായില്ല, നമ്മൾ സൈനിനൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ആ സോഷ്യൽ മീഡിയ വീണ്ടും ഉപയോഗിച്ചു എന്ന് കരുതുക. അങ്ങനെ ഉപയോഗിച്ചാൽ നാലാമത്തെ ഫ്രെയിം വർക്കാണ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈയിങ് എന്നുള്ളത് മേക്ക് ഇറ്റ് അൺസാറ്റിസ്ഫൈയിങ് ആക്കുക. അതായത് നമുക്ക് അതിനുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ അളവ് കുറക്കുക. ഒരു കാര്യം ചെയ്തു, അതിന് സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലിങ്ക്ഡിൻ എന്നുള്ള പ്ലാറ്റ്ഫോമും ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ സൈറ്റാണ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന സംഭവമാണ്. എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടും ഓൺലി യൂട്യൂബ് മാത്രം ഈ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടും ലിങ്ക്ഡിനിൽ പതുക്കെ ഒരു അഡിക്ഷൻ വന്നു തുടങ്ങിയിരുന്നു. സെയിം അൽഗോരിതമാണ് വർക്ക് ചെയ്യുന്നത്, സെയിം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് അവിടെയും ഉള്ളത്, എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെയും വീഡിയോസ് ഉള്ളത്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഓഡിയോ ഓഫാക്കി വെക്കാൻ, ഡിഫോൾട്ടായിട്ട് ഓഡിയോ ഓഫാക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ എന്ന് പറയുന്നത് ഒരു വീഡിയോ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ആ വീഡിയോയിൽ ഹുക്ക് ചെയ്ത് നിർത്താൻ ഉള്ള മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഓഡിയോ. സിംപ്ലി ആ ഓഡിയോ ഡിഫോൾട്ടായിട്ട് ഓഫാക്കി വെക്കുന്നതിലൂടെ ഓരോ വീഡിയോ കണ്ടു കഴിയുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ വളരെയധികം കുറഞ്ഞു. പിന്നെ ഈ ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ, സാറ്റിസ്ഫാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള അതിയായ ത്വര അത് പതുക്കെ ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ 4 ഫ്രെയിം വർക്ക് പറഞ്ഞല്ലോ, ഈ 4 ഫ്രെയിം വർക്ക് ഇട്ട് വയ്ക്കിയാൽ ഉറപ്പായിട്ടും ഏതൊരു ഹാബിറ്റായാലും ഏതൊരു ബിഹേവിയർ ആയാലും ബാഡ് ഹാബിറ്റായാലും നമുക്കത് ബ്രേക്ക് ചെയ്യാവുന്നുള്ളൂ. ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, സിഗരറ്റ് അഡിക്ഷനാണോ പ്രോബ്ലം, ഈ ഫ്രെയിം വർക്കിൽ അപ്ലൈ ചെയ്താൽ മതി. മോശമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണോ, ജങ്ക് ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഹാബിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഏതൊരു ബാഡ് ഹാബിറ്റ് ആയാലും അത് ബ്രേക്ക് ചെയ്യാൻ ഈ ഫ്രെയിം വർക്കിൽ ഇട്ടിട്ട് ടൈമും എനർജി റിസർവ് ചെയ്തിട്ട് ആ ടൈമിലേക്കും ആ എനർജി ഉപയോഗിച്ചിട്ട് ആ ടൈമിലേക്ക് ഗുഡ് ഹാബിറ്റ്സ് ഫില്ല് ചെയ്താൽ പേഴ്സണൽ ഗ്രോത്ത് വളരെയധികം പോസിബിളാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഐ റെക്കമെൻഡ് ദിസ് മെത്തേഡ് ടു എവ്രി വൺ. എന്തായാലും ട്രൈ ചെയ്യണം. കാരണം അത്രയും എനർജി നമുക്ക് കിട്ടുകയാണ്, അത്രയും ടൈം കിട്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് പേഴ്സണലായിട്ട് വളരെയധികം മുന്നേറാൻ കഴിയും. അതുകൊണ്ട് സൊസൈറ്റിക്കും ലാഭമുണ്ട്, സൊസൈറ്റിക്കും ഉപകാരമുണ്ട്. നമ്മൾ എഫേർട്ട് യൂസ്ഫുള്ളായിട്ടുള്ള തിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഈ ബുക്കും വായിക്കണം. ഈ ബുക്ക് വായിച്ചിട്ട് മാക്സിമം ഇതൊരു പ്രാവശ്യം ജസ്റ്റ് വായിച്ച് പോവുകയല്ല, റിപ്പീറ്റഡായിട്ട് വായിച്ചിട്ട് ഇതിൻ്റെ എസെൻസ് എടുത്തിട്ട് ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക, പിന്നെ വായിക്കുക. അങ്ങനെ ചെയ്ത സക്സസ് ഏകദേശം ഉറപ്പാണ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.